ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഞ്ചാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ്. ഇന്നലെ നമ്മൾ 2 യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ ജെൻഡർ റീപ്രൊഡക്ഷൻ. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്രത്യേകിച്ചും ജെൻഡർ ഡൈനാമിക്സ്. അപ്പൊ അതില് ജെൻഡർ പോളിറ്റി, ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജെൻഡർ പൊളിറ്റിക്സ്, അത് ഏതൊക്കെ രീതിയിലാണുള്ളത്, അതുപോലെ നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ രീതിയിലാണ് പിന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതേക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ നമ്മുടെ ഒരു ഇന്ത്യ സ്വതന്ത്രമാകുന്നതോട് കൂടെ തന്നെ നമ്മുടെ ഒരു ഭരണഘടന അംഗീകരിക്കപ്പെടുമ്പോൾ ആ ഭരണഘടനയിലുള്ളത് എല്ലാ നമ്മുടെ ഇപ്പൊ നമ്മൾ നിലവിൽ 3 ജെൻഡറുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ മെയില്, ഫീമെയില്, അതുപോലെ ട്രാൻസ്ജെൻഡർ, 3 പറയാറുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ദ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ബിഫോർ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ബിഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റിസോഴ്സസ്. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ, അതുപോലെ അവസരങ്ങൾ ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ അവസരങ്ങളുടെ മുമ്പിൽ, അതുപോലെ വിഭവങ്ങളുടെ വിതരണത്തിൽ, അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അത് പിന്നെ ഇക്വാലിറ്റി വിഭാവനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. അതായിരുന്നു ഈ പിന്നെ ഈക്വാലിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഉന്നമനത്തിന് വേണ്ടി, അതിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഗവൺമെന്റ് ധാരാളം പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ എംപവർമെന്റ്, രാഷ്ട്രീയ രംഗത്തുള്ള ശാക്തീകരണം. ഈ രാഷ്ട്രീയ രംഗത്തുള്ള ശാക്തീകരണം എന്നുള്ള എല്ലാ സമയത്തും സ്ത്രീകളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. രാജ്യം സ്വതന്ത്രമായതിനു ശേഷം വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം സ്ത്രീകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അപൂർവമായിരുന്നു. വളരെ മിനിമൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രസൻസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റമാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വരവോടുകൂടെ സംഭവിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് സ്ത്രീകൾ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റ് ആയിട്ട് പ്രതിഭ പാട്ടീൽ നിയമിക്കപ്പെടുന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു ലോക്സഭാ സ്പീക്കറായിട്ട് മീരാ കുമാർ വരുന്നു. ഓക്കെ, ഇങ്ങനെ ധാരാളം അച്ചീവ്മെന്റുകൾ വരുന്നതോട് കൂടെ അതെന്ത് ചെയ്യുന്നു, സ്ത്രീകൾക്ക് വലിയ കോൺഫിഡൻസ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എംപവർമെന്റിന്റെ മേഖലയിൽ അത് വലിയൊരു പിന്നെ അച്ചീവ്മെന്റുകളായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള. ഇതിലൊക്കെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ ഏറ്റവും നിർണായകമായ ഒരു നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആണ്. 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതിയാണ്. ആ ഭേദഗതി നടത്തിയിട്ടാണ് നമ്മുടെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഥവാ നമ്മൾ പറയുന്ന വില്ലേജ്, അതുപോലെ മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഇങ്ങനെയുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളിലേക്ക് 50% റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം എന്നുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് കൂടി അതോടുകൂടെ അത് വലിയ രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ സ്ത്രീകൾക്ക് വലിയ ഒരു പങ്ക്, വലിയൊരു സംഭാവന നൽകുന്നതിലേക്ക് അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എനിവേ, ഇപ്പൊ നമ്മൾ നമ്മുടെ യൂണിറ്റിലേക്ക് കിടക്കാം. പേജ് നമ്പർ 114 കേട്ടോ. ഇന്ത്യ സ്വതന്ത്രമാവുന്നതോട് കൂടെ തന്നെ നമുക്കറിയാലോ, വലിയ രീതിയിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളാവട്ടെ, സാമൂഹിക പരിഷ്കർത്താക്കളാവട്ടെ, ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള ആ സമഭാവന അല്ലെങ്കിൽ തുല്യത, അതിനു വേണ്ടിയുള്ള പ്രിൻസിപ്പിൾസ് നമ്മുടെ ഭരണഘടനയിലും മറ്റുള്ള നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും കൊണ്ടുവരുന്നതിന് ഒരു വലിയൊരു നിതാന്ത ജാഗ്രത തന്നെ കാണിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ആർട്ടിക്കിൾ 14, 14ാമത്തെ ആർട്ടിക്കിൾ പ്രത്യേകിച്ചും അത് guarantees equal opportunity for men and women in the political, social and economic spheres and concerns of the nations for preserving the rights and privileges of the women found in the finest expression in India's constitution. ഇപ്പൊ പ്രത്യേകിച്ചും പൊളിറ്റിക്കലായി, സോഷ്യലായി, എക്കണോമിക് തലങ്ങളിൽ പുരുഷനും സ്ത്രീക്കും ഒരുപോലെയുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ഒരുപോലെയുള്ള ഓപ്പർച്യൂണിറ്റികളാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആർട്ടിക്കിൾ 15 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 എന്നുള്ളത് prohibit discrimination on the grounds of the sex, religion, race or caste, thereby reinforcing the ideals of the social justice and protection. അപ്പോൾ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി വിഭാവനം ചെയ്യുന്നു. ആർട്ടിക്കിൾ 15 പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള, സെക്സ് ആയിരിക്കാം, റിലീജിയൻ ആയിരിക്കാം, റേസ് ആയിരിക്കാം, കാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വേറെന്തെങ്കിലും മാനദണ്ഡങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഡിസ്ക്രിമിനേഷനെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഇത് പ്രോഹിബിറ്റ് ചെയ്യുന്ന നിയമം കൂടിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14ഉം 15ഉം ഈ ജെൻഡർ ഈക്വാലിറ്റിയെ ഊട്ടിയുറപ്പിക്കുന്നതിൽ വലിയ സംഭാവനകൾ വഹിക്കുന്ന, അല്ലെങ്കിൽ വലിയ റോള് വഹിച്ച 2 ആർട്ടിക്കിളുകളാണ് നമുക്ക് പറയാൻ പറ്റും. ഒരു സെക്കൻഡ്, ഞാനൊരു കോള് വരുന്നുണ്ട്.
ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നാളെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അർജന്റീനുള്ള ഒരു കോൾ ആയിരുന്നു. ഓക്കെ, എനിവേ, അപ്പൊ നമ്മളോട് പറഞ്ഞത് ആർട്ടിക്കിൾ 14 അതുപോലെ 15 അത് എത്രമാത്രം നമ്മുടെ വുമൺ എംപവർമെന്റിൽ ജെൻഡർ ഈക്വാലിറ്റിക്ക് പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും സാമൂഹിക, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ തലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഈ ആർട്ടിക്കിളുകൾ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഏറ്റവും ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് PRI. PRI എന്ന് പറഞ്ഞാൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഥവാ നമ്മൾ പറയുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം. അപ്പൊ ഈ സംവിധാനങ്ങൾ വരുന്നത് തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാൻ പവർ ഡീസെൻട്രലൈസേഷൻ, അതിന്റെ അധികാര വികേന്ദ്രീകരണത്തിന്റെ, ഗുഡ് ഗവേണൻസ്, ഇതിന്റെയൊക്കെ വലിയ സിമ്പിൾ ആയിട്ട്, അതുപോലെ പ്രൊമോട്ടിങ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, അല്ലെ, നമ്മൾ പറയുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ഒരു വികസനം, ഒരു സമഗ്ര വികസനം. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വലിയ ഒരു പരിഷ്കരണമായിരുന്നു ഈ PRI അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അപ്പൊ ഇതെന്ത് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വരവ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുക 992 ഡിസംബറിൽ ഭരണഘടന 73-ാമത്തെയും 74-ാമത്തെയും അമെന്റ്മെന്റുകൾ നടത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ ഭേദഗതികൾ നടത്തിയിട്ടാണ് ഈ നിയമം പാസ്സാക്കുന്നത്. സ്ത്രീകൾക്ക് 50% റിസർവേഷൻ കൊണ്ടുവരുന്നതും, അതുപോലെ ഈ 3 നമ്മൾ അതുവരേക്കും ഉണ്ടായിരുന്ന ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്നുള്ള ഈ സംവിധാനത്തിനെ 3 തലങ്ങളാക്കി തിരിച്ചിട്ട് അതിനെ 3 തട്ടുകളാക്കി തിരിക്കുകയും ആ തട്ടുകളിൽ അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്തു 50% റിസർവേഷൻ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഈ 2 നിയമങ്ങളും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഇന്ത്യയുടെ പ്രധാനമായിട്ടും ഈ നിയമങ്ങൾ റൂറൽ അതുപോലെ അർബൻ തലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലും അതുപോലെ നഗര തലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചു എന്നുള്ളതാണ്. They came into effect on April 24, 1993, bringing into force Part 9 of the Constitution. ഭരണഘടനയുടെ 9-ാമത്തെ ഭാഗത്തില് 1993 ഏപ്രിൽ 24 കൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, നിയമവിധേയമാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി തീരുന്നത്. ടൈറ്റിൽഡ് ആ പാർട്ടിന്റെ പേര് ദ പഞ്ചായത്ത് എന്നാണ്. ത്രൂ ദ 73rd Amendment and Part 19A ടൈറ്റിൽ ദ മുനിസിപ്പാലിറ്റീസ് ത്രൂ ദ 74th Amendment. ഇങ്ങനെ 2 അമെന്റ്മെന്റുകളാണ് 73rd അതുപോലെ 74th വരുന്നത്. ഏകദേശം 43 വർഷം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇപ്പൊ 93 ആണെങ്കിൽ നമ്മൾ അതിനുശേഷം 2026 വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള ഒരു 50 വർഷം നമ്മൾ വെച്ച് നോക്കുമ്പോൾ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികൾ എത്രമാത്രം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾ വിഭാവന ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി പൊളിറ്റിക്കൽ എംപവർമെന്റ് ഓഫ് വിമൻ, സ്ത്രീകളുടെ രാഷ്ട്രീയപരമായ ശാക്തീകരണം, അതെങ്ങനെയാണെന്നല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും കാണാൻ പറ്റുന്ന ഒരു കാര്യം, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ അത് സാമൂഹികപരമായോ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്പിയർ അഥവാ അധികാരം കൈയാളുന്ന മേഖലയാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഈ പൊളിറ്റിക്കൽ സ്പിയറിൽ കൃത്യമായിട്ട് സ്ത്രീകൾ അടയാളപ്പെടുത്തപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമ്മൾ പറയുന്ന ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളത് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു സമാധാനപരമായ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മാണത്തിനൊക്കെ ഇത് വളരെയധികം അത്യന്താപേക്ഷിതമാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിച്ച പോലെ വെറും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശം എന്നുള്ളത് മാത്രമല്ല. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി എന്ത് ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നതിന് പുറമെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഓഫീസുകൾ കൈകാര്യം ചെയ്യാം. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ റെപ്രസെന്റേഷൻസ് ആയിട്ട് നിയമസഭകളിലും ലോക്സഭകളിലൊക്കെ അവർ വരിക. ഓക്കെ, ഡെസിഷൻ മേക്കിംഗ് മെക്കാനിസം, നമ്മൾ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡികൾ, ആ ബോഡികളുടെ ചെയർമാൻമാരായി അതിന്റെ നേതൃത്വത്തിലേക്ക് വരിക. ഇതൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ എംപവർമെന്റ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ സ്വഭാവം നമ്മൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും സമൂഹത്തിലെ സോഷ്യൽ പ്രോഗ്രസ് വരുന്നത് എങ്ങനെയാണ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിൽ വലിയ പങ്കുകളുണ്ട്. വലിയ പങ്കുള്ളത് കൊണ്ട് തന്നെ അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു നയം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഡെസിഷൻ മേക്കിംഗ്, പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് അസസ്മെന്റ് പ്രോസസ്. അപ്പൊ ഒരു രാഷ്ട്രീയ രംഗം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ തീരുമാനങ്ങൾ എടുക്കുക, അതിലെ പ്ലാനിങ്, അതിലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിലെ അസസ്മെന്റ് പ്രോസസ്, ഇതിനെ എല്ലാത്തിനെയും സ്വാധീനിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യണം, ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസത്തിൽ സ്ത്രീകളെ പാർട്ടിസിപ്പേഷൻ വേണം, പ്ലാനിങ്ങിൽ വേണം, ഇംപ്ലിമെന്റേഷനിൽ വേണം, അസസ്മെന്റ് പ്രോസസ്സിലെല്ലാം എന്ത് ചെയ്യണം, സ്ത്രീകളുടെ ഒരു റെപ്രസെന്റേഷൻ നിർബന്ധമായിട്ട് ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പോ പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ടു എ സ്പെസിഫിക് റോൾ ഫോർ വിമൺ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പോളിസീസ് ആൻഡ് ഇൻഫ്ലുവൻസിംഗ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ് ത്രൂ ദെയർ ഇന്റഗ്രേഷൻ ഇൻ ടു ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ എംപവർമെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. വെറും നമ്മൾ ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നുള്ളതോ അല്ലെങ്കിൽ വളരെ നാമമാത്രമായ അവകാശങ്ങൾ എന്നുള്ളതല്ല. അതിൽ നിന്നൊക്കെ മാറി
പൊളിറ്റിക്കൽ മൂവ്മെന്റുകൾ അല്ലെ, സാമൂഹികപരമായി നമ്മൾ നടത്തുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ. ഈ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും സാമൂഹികപരമായ വിഷയങ്ങളായിരിക്കും അവരെടുക്കുക. ആ സാമൂഹിക വിഷയങ്ങളെ പൊളിറ്റിക്കലി ആക്കി ടേൺ ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ നമ്മുടെ ഗവൺമെന്റുകളെ കിളക്കി മറിക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റുകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇങ്ങനെ സ്ത്രീകളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യയിൽ 1950 കൂടിയാണ് സ്ത്രീകൾക്ക് ഏകദേശം വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ വരുന്നതും, അഥവാ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ ഭാഗമായി തീരുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് പൊളിറ്റിക്കൽ ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള വലിയൊരു യാത്ര തന്നെ, ഒരു ജൈത്രയാത്ര തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ത്രീകളുടെ ലോക്സഭയിൽ 1984 നടന്ന ലോക്സഭയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അത് വെറും 58.60% മാത്രമായിരുന്നു. ഓക്കെ, ഏകദേശം 1962 ഉണ്ടായിരുന്ന 46.63 46.63%-ൽ നിന്നും ശതമാനം കൂടിയിട്ടാണ് ഈ 58 വരുന്നത്. 1962, 54 ഇത് രണ്ടിന്റെയും ഇടയിൽ പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ 63%, മറ്റേത് അതുപോലെ തന്നെ 68% ആയിരുന്നു എന്നല്ല. ഇതില് 65.63% ഓഫ് വുമൺ പാർട്ടിസിപ്പേറ്റഡ് കമ്പയർഡ് ടു 67.09% ഓഫ് ദ മെൻ. അല്ലെ, നമ്മൾ പറഞ്ഞു അതിൽ പുരുഷന്മാരെക്കാളും എന്ത് ചെയ്തു, സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അക്രോസ് 16 ഓഫ് ഇന്ത്യസ് 29 സ്റ്റേറ്റ്സ് there were more women voters than men. ആ ഒരു സമയത്ത് ഇന്ത്യയിലെ 29 സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ചും 16 സ്റ്റേറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പുരുഷന്മാരെക്കാളും വോട്ടർമാരുടെ എണ്ണത്തിൽ സ്ത്രീകളെയാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ഉടനീളം ഏകദേശം 260.6 അല്ലെ 260.6 million women exercised their right to vote in the 2014 parliamentary elections in India. 2014 ഇലക്ഷനിൽ ഏകദേശം സ്ത്രീകളിൽ നിന്ന് വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയുന്നത് 950 സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്തു, വോട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ നമ്പർ പ്രത്യേകിച്ച് പുരുഷന്മാർ ഔട്ട് നമ്പർ ചെയ്തു. മാത്രമല്ല എന്നിരുന്നാലും ഈ വോട്ട് പെർസെന്റേജിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വോട്ട് ചെയ്യുന്ന ആളുകളുടെ പെർസെന്റേജിൽ ഇപ്പോഴും സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് പിറകിൽ തന്നെയാണ്. മറ്റൊന്ന് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1992 വന്ന ഈ രണ്ട് അമെന്റ്മെന്റുകളും ഇൻട്രൊഡ്യൂസ്ഡ് ടു സിഗ്നിഫിക്കന്റ് മെഷേഴ്സ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് ദ വുമൺ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദ ക്രിയേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്ലാൻസ് അറ്റ് ദ മുനിസിപ്പൽ ലെവൽ. അല്ലെ, ശരിക്കും നമ്മൾ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തലങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലാവട്ടെ, മുനിസിപ്പാലിറ്റികളിലാവട്ടെ, അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലാവട്ടെ, ബ്ലോക്ക് തലങ്ങളിലാവട്ടെ, ഇവിടങ്ങളിലൊക്കെ വികസനത്തിൽ സ്ത്രീകളുടെ ഒരു വോയിസ് കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചതാണ് ഈ രണ്ട് ഭേദഗതികളുടെ ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന നിയമം എന്താന്ന് വെച്ചാൽ, അന്നത്തെ നിയമപ്രകാരം അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ പഞ്ചായത്ത് മെമ്പേഴ്സ് ആൻഡ് ചെയർപേഴ്സൺസ് മസ്റ്റ് ബി വിമൺ. ഇതായിരുന്നു. കാരണം 33% എന്ത് ചെയ്യണം, സ്ത്രീകളായിരിക്കണം എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെ, 33% സ്ത്രീകളായിരിക്കും. പിന്നീട് ആ നിയമത്തെ വീണ്ടും അമെന്റ്മെന്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, 50% എന്നുള്ളതിലേക്ക് പിന്നീട് എത്തുന്നത്. അപ്പോ nevertheless a sizable portion of women are still excluded from the political sphere. ഇനിയിപ്പോ നമ്മൾ നിയമത്തിന്റെ അഭാവങ്ങളൊന്നുമല്ല, മറിച്ച് സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നിയമങ്ങൾ ഇത്രമാത്രം സ്ട്രിങ്ജന്റ് ആണെങ്കിൽ തന്നെയും പക്ഷെ ഇത് നടപ്പിലാക്കുന്നതിൽ വലിയൊരു വീഴ്ച, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു പൊതുരംഗത്തേക്കുള്ള വരവ് എന്നുള്ളത് വളരെ കുറവായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമനിർമ്മാണ സഭകളിൽ ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസത്തിൽ പവർ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം അവിടെ കുറവ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വുമൻസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ മേ ഓൾസോ ബി ഇമ്പാക്റ്റഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസിഡറേഷൻസ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എ മോർ റെപ്രസെന്റേറ്റീവ് ഇലക്ടറൽ സിസ്റ്റം ദാറ്റ് യൂസസ് എ പ്രൊപ്പോർഷണൽ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല can increase the involvement of the women. അപ്പോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സീറ്റ്, ഒരു നിയമസഭ, ആ നിയമസഭയിൽ ആകെ ടോട്ടൽ ഇത്ര സീറ്റുകളാണ് ഉള്ളത് എങ്കിൽ അവിടെ ഒരു പ്രൊപ്പോർഷണൽ ആയുള്ള ഒരു സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വേണം എന്നാണ് പറയുന്നത്. പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ 50 പേരുണ്ടെങ്കിൽ സ്ത്രീകളും 50 പേര് വേണം, isn't it? അപ്പൊ അങ്ങനെ ആനുപാതികമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, സ്ത്രീകളുടെ നമ്പറുകളിൽ കൂടുക. ഈ നമ്പറുകൾ കൂടുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യുന്നത്, അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഇടപഴകുക. അങ്ങനെ ഇടപഴകുമ്പോൾ മാത്രമാണ് അവരുടെ വോയിസ് വരുന്നത്, അവരുടെ റെപ്രസെന്റേഷൻ, അവരുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ since the national and political administrative system was restructured in January 1994, it is too early to determine how women's entry into formal government structures will affect things. അപ്പൊ 1994 പ്രത്യേകിച്ചും ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ അനിശ്ചിതാവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ ഭാവിയെ ഇത് ബാധിക്കുക എന്ന് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ സമയമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 1994 ഇന്ത്യ ക്രിയേറ്റഡ് കോട്ടാസ് റിസർവേഷൻസ് വയ
ഇൻസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞ 73-74 അമെന്റ്മെന്റുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിലൊക്കെ 33% സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു നിയമം നമ്മൾ കൊണ്ടുവന്നു. ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ പാർട്ടിസിപ്പേഷനിൽ പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അപ്പോ അതേപോലെ തന്നെ in order to reserve 33% of Lok Sabha and Vidhan Sabha seats for women, a women's reservation bill 108 amendment has been introduced in the national parliament. ഇപ്പോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനെ വലിയ രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു അല്ലെ. അപ്പൊ അതിനോട് കടപിടിച്ചുകൊണ്ട് തന്നെ ലോക്സഭയിലും അതുപോലെ വിധാൻസഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭകളിലൊക്കെ അല്ലെ, വിധാൻസഭ ഈ നിയമസഭകളിലൊക്കെ എന്ത് ചെയ്തു, സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലും ഇതുപോലെ 33% റിസർവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ബില്ല് അഥവാ ഭരണഘടനയുടെ 108ാമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ല് വരികയുണ്ടായി. പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ബില്ല് നമ്മൾ നേരത്തെ പറഞ്ഞ ബില്ല് പോലെ തന്നെ പൂർണ്ണമായിട്ട് അത് പാസ്സാക്കാൻ സാധിച്ചില്ല എന്നതാണ്. വലിയ രീതിയിൽ അത് വിമർശനങ്ങൾ നേരിട്ടു. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തുള്ള മെയിൻ സ്ട്രീമിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൂർണ്ണമായിട്ട് അതിനെ എതിർത്തു. കാരണം അവരുടെയൊക്കെ അവരുടെയൊക്കെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ പിന്നെ ഈ പാർട്ടികളിലുള്ള അവരുടെ ആ പോസിബിലിറ്റിയെ അത് നെഗറ്റീവായി ബാധിക്കുമോ എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് അവരിതിനെ എതിർക്കുകയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. A difference has been made by the sheer quantity of the women the PRI has introduced to the political system. As a result of the constitutional amendment, the proportion of the women engaged in politics has substantially increased from 4 to 5% to 25 to 40%. അപ്പോ ഈ ഒരു അമെന്റ്മെന്റ് നമ്മൾ പറഞ്ഞ ഈ പഞ്ചായത്ത് രാജിലെ PRI അമെന്റ്മെന്റിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുവരേക്കും 4 അല്ലെങ്കിൽ 5% ശതമാനം മാത്രം ഉണ്ടായിരുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം എന്നുള്ളതിനെ 25 മുതൽക്ക് 40% വരെ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ പൊളിറ്റിക്കലി എംപവർ ചെയ്യാൻ ഈ റൂളിന് പ്രത്യേകമായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. The increasing desire for equal rights is related to the women's participation in political parties. In 2004, the INC was able to reclaim its leadership thanks to the involvement of the women. By the implementation of a 33 quota for women at all levels of the party, the INC has boosted the engagement for women. അപ്പോ 33% എന്നുള്ള ആ ഒരു ബില്ല് കൊണ്ടുവരുന്നതും അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ കോൺഗ്രസ് ചെയ്ത ഏറ്റവും വളരെ നമ്മൾക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആ സമയത്ത് അതിന്റെ പാർട്ടി എല്ലാ ലെവലുകളിലും പറഞ്ഞ പാർട്ടി ഭാരവാഹിത്വത്തിലൊക്കെ ഈ 33% എന്നുള്ളത് പൂർണ്ണമായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് എത്രമാത്രം റിയാലിറ്റിയിലേക്ക് വന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ ഒരു സന്ദേഹം നമുക്ക് അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിലാണ് പ്രതിഭ പാട്ടീൽ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അതേപോലെ തന്നെ സ്പീക്കറായിട്ട് ജൂൺ 2009 ഇന്ത്യയുടെ ആദ്യത്തെ ഒരു സ്പീക്കറായിട്ട് ഒരു വനിത എന്ത് ചെയ്യുന്നു, രംഗപ്രവേശം ചെയ്യുന്നു. അതേപോലെ തന്നെ among the 40 ലോക്സഭ സീറ്റ്സ് up for the election in the 2019 general election in India, അല്ലെ, Nam Tamilar Kachi of the Tamil Nadu fielded 50% of Tamil candidates. നമുക്ക് കാണാൻ പറ്റുന്നത് 2019 നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഈ പിന്നെ NTK തമിഴ്നാട്ടിൽപ്പെട്ട ഒരു പാർട്ടിയാണ്. അവരുടെ 50% സ്ഥാനാർത്ഥികളും സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും പല രീതിയിൽ എന്ത് ചെയ്തു, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടത്തിയ നടപടികളെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ it was the first party to offer men and women the same number of seats in India. ഇന്ത്യയിൽ ആദ്യമായിട്ട് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തുല്യമായിട്ട് അവസരങ്ങൾ നൽകിയ ഒരു പാർട്ടി കൂടിയായിരുന്നു ഏത്, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു തമിഴ്നാട്ടിൽ നടന്ന ആ ഒരു ഇലക്ഷൻ. In the 2020 Tamil Nadu Legislative Assembly election, 117 seats were made available to women out of 234 assembly constituencies, maintaining the same 50-50 ratio. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് 234 ആകെയുള്ള നിയമസഭാ സീറ്റുകളുള്ളത് അതിൽ 117ഓളം സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകമായിട്ട് അവരുടെ മത്സരത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. അപ്പൊ അവിടെ നമുക്കൊരു 50%, ഒരു പുരുഷനോട് തുല്യമാകുന്ന രീതിയിൽ ഒരു 50% എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷനായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം 73rd and 74th അമെന്റ്മെന്റ് ആക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. 73rd അതുപോലെ 74th അമെന്റ്മെന്റ് ആക്ടിൽ വന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, സ്ത്രീകൾക്ക് റിസർവേഷൻ അല്ലെങ്കിൽ 1/3 റിസർവേഷൻ കൊണ്ടുവന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളെ 3ആയി തരംതിരിച്ചു എന്നുള്ള. അപ്പൊ 1/3 ഓഫ് ദ ടോട്ടൽ സീറ്റ്സ് ഫോർ ദ വുമൻ ഓഫ് നമ്പേഴ്സ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ബാക്ക്വേർഡ് ക്ലാസസ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ജനറൽ സീറ്റ്സ് ഇൻ ദ ഗ്രാം പ്രധാൻ ഓഫ് ദ വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആർ റിസർവ്ഡ് ഫോർ ദ വുമൻ കാൻഡിഡേറ്റ്സ്. അപ്പൊ ഇതിനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള്
33% റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അത് സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ത്രീകൾക്കുള്ളിൽ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റും അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ്, ഷെഡ്യൂൾഡ് ട്രൈബിലൊക്കെ ഉൾപ്പെട്ട ആളുകൾക്ക് കൂടിയാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്. അതിലും കൂടെ ഈ ഒരു പിന്നെ നമ്മൾ പറയുന്ന റിസർവേഷൻ എന്ത് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പുറമെ പിന്നെ ജനറൽ സീറ്റുകളിൽ എന്ത് ചെയ്യുന്നു, സ്ത്രീകൾക്ക് വേണമെങ്കിൽ മത്സരിക്കാം. ഇത് വില്ലേജിലേക്കായാലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ഡിസ്ട്രിക്ട് പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ റിസർവേഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അടുത്തൊക്കെ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ഇപ്പൊ ഇലക്ഷൻ നടന്നത് അല്ലെ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്കുള്ള നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ, നമ്മുടെ വികസനത്തിൽ, നാടിന്റെ പ്രോഗ്രസിലൊക്കെ സ്ത്രീകളുടെ വോയിസ് കൂടി വരുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. The 33% of the seat reserved for women are not only in the general category of the seats, but also in the seats set aside for the scheduled caste, scheduled tribe and in the reverse banks. അപ്പോൾ ഇതിനു മുമ്പ് എന്തുണ്ട്, ഓരോ സഭകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും SC/ST കാറ്റഗറിക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റുകളുണ്ട്. അപ്പൊ ആ സീറ്റുകൾ ഉൾപ്പെടെയാണ് സ്ത്രീകൾക്ക് ഈ 33% എന്ന് പറയുന്ന ഈ ഒരു പിന്നെ എന്താ പറയാ റിസർവേഷൻ സിസ്റ്റം നിലകൊള്ളുന്നത്. ഇനി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് ഈ പിന്നെ രാജ്യത്തുള്ള എന്താ പറയാ ഫോർ റെഡ്യൂസിങ് ട്രഡീഷണൽ പെർസെപ്ഷൻസ്, സ്ത്രീകൾക്ക് ഇങ്ങനെ പൊളിറ്റിക്കൽ രംഗത്ത് അല്ലെങ്കിൽ പബ്ലിക് സ്ഫിയറിലേക്ക് വരാൻ പറ്റുമോ, അവർക്ക് അതിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എംപവർമെന്റിന്റെ ഭാഗമാകാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം, ഒരു ട്രഡീഷണൽ ചോദ്യം അല്ലെങ്കിൽ ഒരു കൺവെൻഷനൽ ആയ ഒരു പെർസെപ്ഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മുമ്പിലുണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ വലിയ രീതിയിൽ എന്താ പറയാ പൊളിച്ചെഴുതിയ ഒരു ആക്ട് ആണ് നമ്മൾ പറയുന്ന PRI ആക്ട് എന്ന് പറയുന്നത്. As a result of this newly adopted policy, the likelihood of increasing equality in the socio-economic development process, participation in various activities that foster mutual understanding, status, and role to play in the household activities carried out outside the household, and various family decision making among men and women would increase. അപ്പൊ ഇതിലൂടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ വീട്ടു ജോലി എന്നത് മാത്രമല്ല, അതിന് പുറത്ത് ഈ 33% സ്ത്രീകൾ പുറം അല്ലെങ്കിൽ പബ്ലിക് സ്ഫിയറിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അത് അവിടെ നിന്നും പോയി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം മറ്റുള്ള എല്ലാ മേഖലകളിലേക്കും, ബിസിനസ് ആവട്ടെ, ഫാമിലിയുമായി ബന്ധപ്പെട്ട ഏരിയകളാവട്ടെ, എല്ലാ മേഖലകളിലേക്കും അവരുടെ ഒരു പ്രാതിനിധ്യം, ഒരു പാർട്ടിസിപ്പേഷൻ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതില് നമുക്ക് അപ്പൊ ഇതില് ചില ഒരുപാട് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തുകൊണ്ട് സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ അതിന്റെ ഒരു കീ പോസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും എന്ത് ചെയ്യും, ഒരു പോസ്റ്റ് നമ്മൾ ഇതുപോലെ പുരുഷന്മാർക്കാണെങ്കിൽ അടുത്ത പോസ്റ്റ് നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും, ഇസ്ന്റ് ഇറ്റ്? അതേപോലെ തന്നെ പ്രത്യേകിച്ച് പിന്നെ വുമൺ എംപവർമെന്റിനെ സഹായിക്കുന്ന രീതിയിലുള്ള വകുപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും പ്രത്യേകിച്ച് എന്ത് ചെയ്യും, അത്തരത്തിലുള്ള പിന്നെ സീറ്റുകളൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തു വെക്കുന്ന ഒരു പ്രവണതയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഈ PRIന്റെ ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി ആക്ഷൻസ് ടു എൻകറേജ് വുമൻ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ PRI. ഈ പബ്ലിക് നമ്മൾ പറയുന്ന PRI പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇവരുടെ ആക്റ്റീവ് പങ്കാളിത്തം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പൊ അതിലേക്ക് ഒന്ന് പ്രധാനപ്പെട്ട, ഇറ്റ് ഈസ് നെസസറി ടു ടേക്ക് ആക്ഷൻ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് വുമൻ ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗവൺമെന്റ്. അല്ലെ, ഈ ഗവൺമെന്റുകളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ നമ്പർ നമ്മൾ കൂട്ടിയേ മതിയാവും. അപ്പൊ അതിനെന്ത് ചെയ്യണം, പുരുഷ വിഭാഗം അതിന് വേണ്ട സഹായക്രിയകൾ ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ ഭാഗത്തുള്ള ഒരു എൻകറേജ്മെന്റ് സാധിക്കുള്ളൂ. മറ്റൊന്ന്, ദ എലക്ടഡ് ലീഡേഴ്സ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് must be literate in order to guide and inform the villagers about the various provisions of the PRI Act. ഇപ്പോ പലപ്പോഴും നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, വല്ല കുടുംബ പിന്നെ മത്സരങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാദേശികപരമായ തർക്കങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തീരെ വിവരമില്ലാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളൊക്കെ പിടിച്ച് നമ്മൾ ഇലക്ഷനിൽ നിർത്തും. അവർ തന്നെ ജയിച്ചു പോകും, പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റൊക്കെ ആകുന്ന അവസ്ഥ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ജെൻഡർ അവയർനെസ്, ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ അത് ആ ഒരു അവയർനെസ് ഒന്നും ഇല്ലാത്ത ആളുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമാതും അതൊരു നെഗറ്റീവിലേക്കായിരിക്കും പോകുക. അപ്പൊ അതിൽ നിന്ന് മാറി ഈ എലക്ടഡ് ലീഡേഴ്സ് ഒക്കെ ലിറ്ററേറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തിന് നമുക്ക് ഈ ഒരു നമ്മൾ വിചാരിച്ച പോലെ പോസിറ്റീവ് ചേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. മറ്റൊന്ന്, എഡ്യൂക്കേഷൻ ഓഫ് ദ റൂറൽ വുമൺ ഈസ് ഗ്രേറ്റ്ലി എയ്ഡഡ് by literacy, which also explain the political structure. അപ്പോ ഈ സ്ത്രീകളെ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ലിറ്ററസി നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും അവർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുള്ളൂ, ഇതിലേക്ക് മുന്നിട്ടിറങ്ങുള്ളൂ. ഇനി വിമൻസ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ മസ്റ്റ് ബി ഡെവലപ്ഡ്. അല്ലെ, നമ്മളൊരു സോഷ്യൽ മൊബിലൈസേഷനിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ അവർ ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ രംഗത്തൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി നമ്മൾ അതിനുള്ള അറിവ് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. മറ്റൊന്ന്, ദ ഗോൾ ഈസ് ടു പ്രിപ്പയർ ദം ഫൈൻഡ് വേസ് ടു ഇന്ററാക്ട്
with other levels of the local self-government within the state and assert the panchayat's rights. മറ്റൊന്നെന്താന്ന് വെച്ചാൽ ഇവരൊപ്പം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് എലക്ട് ചെയ്തു. അതെന്തിനു വേണ്ടിയാണ്? സ്വാഭാവികമായും നമ്മുടെ പഞ്ചായത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, അല്ലെ? അതിനു പുറമെ ഈ പഞ്ചായത്തുകളുടെ മീറ്റിങ്ങുകൾ വരുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ പഞ്ചായത്തിന്റെ താല്പര്യങ്ങൾ വളരെ അസേർട്ട് ചെയ്ത് പറയുകയും എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കുകയും വേണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ഗോളിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ബോധം അവർക്ക് ഉണ്ടായിരിക്കണം. ഇൻട്രൊഡ്യൂസ് ദം ടു ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. വെൻ ഇറ്റ് കംസ് ടു ദ പ്ലാനിങ് വരുന്ന സമയത്ത്, ഇൻക്ലൂഡിംഗ് ദ ചോയ്സ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫ് ദ സ്കീംസ്, ദർ ഷുഡ് ബി എനി ഫാക്ഷൻസ് ഓർ പാർട്ടി പൊളിറ്റിക്സ്. Instead, genuine project implementation is required to improve decentralized planning. പലപ്പോഴും ഗവൺമെന്റുകളുടെ പ്ലാനുകളും അതുപോലെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ എന്നറിയോ, ഈ നമ്മുടെ രാഷ്ട്രീയം അതിൽ കളിക്കും. രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ മാനദണ്ഡങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ അതിൽ ബയാസ് കാണിക്കും. അപ്പൊ അതിൽ നിന്നും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള പ്രൊജക്ടുകളാണ് എന്ത് ചെയ്യുക, നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി തന്നെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിലപാട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു നിലപാട് നമ്മൾ അവരെ പഠിപ്പിച്ചേ മതിയാകും. To provide them knowledge they need to recognize and eradicate cultural barriers. മറ്റൊന്ന് പ്രോപ്പറായിട്ട് നോളജ് കൊടുക്കണം. എംപവർമെന്റ്, എൻലൈറ്റൻമെന്റ്, അതേക്കുറിച്ച് നമ്മൾ അവരെ ബോധവാന്മാരാക്കുമ്പോൾ മാത്രമാണ് സാമൂഹികപരമായ തടസ്സങ്ങളെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. To improve rural women's ability to assume their roles as local legislature, systematic knowledge is required. മറ്റൊന്ന് ഗ്രാമീണ തലത്തിലുള്ള യുവതികളിലെ സ്ത്രീകളാണ് എങ്കിൽ എന്ത് ചെയ്യണം, നഗരങ്ങളിലുള്ള ആളുകളെക്കാളും കൂടുതൽ നമ്മൾ അവരെ കാര്യങ്ങൾ അവയർനെസ് നൽകുകയും പഠിപ്പിക്കുകയും ചെയ്താൽ മതിയാകും. Panchayat members and ordinary villagers should also be given information pertaining to various provisions for the future development, so that they are more familiar with their roles and the various development initiatives. ഇനി പഞ്ചായത്ത് മെമ്പേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജേഴ്സ് ആവട്ടെ, നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകളാവട്ടെ, അവർക്കൊക്കെ ഓരോ പദ്ധതികൾ വരുമ്പോഴും ഈ പദ്ധതികൾ എന്താണ് എന്നതിനെ കുറിച്ച് അറിയിപ്പ് കൊടുക്കണം. Isn't it? അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ഈ ആളുകൾ അതേക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. ഇനി മറ്റൊന്ന്, in order to assist the women panchayat members in analyzing and comprehending their roles and obligations in the light of 73rd constitutional amendment, it is important to train them based on the local experiences. അപ്പോ ഒരു എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ പഞ്ചായത്ത് തലത്തിലൊക്കെ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തലത്തിലൊക്കെ ആളുകൾ എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർക്ക് ഒരു ട്രെയിനിങ് ആണ് ഉണ്ടാവുക. അപ്പൊ ആ ട്രെയിനിങ്ങിലാണ് അവർ എങ്ങനെയാണ് ഇപ്പോ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ തീർപ്പാക്കേണ്ടത്, അതിന്റെ എസ്റ്റിമേറ്റുകൾ നടത്തേണ്ടത്, അതുപോലെ നമ്മുടെ നമ്മുടെ ഓരോ വാർഡിലുമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരിന്ന് എങ്ങനെയാണ് നമ്മൾ പുതിയ ഐഡിയാസിനെ സ്വീകരിക്കേണ്ടത്, ഇതിനെ പറ്റിയൊക്കെ ട്രെയിനിങ് കൊടുക്കും. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 3000-ഓളം വരുന്ന ആളുകൾക്ക് കില അറിയാലോ, തൃശ്ശൂർ ബേസ് ചെയ്തുകൊണ്ടുള്ള കിലയാണ് ശരിക്കും ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ അവരുമായി ചേർന്നുകൊണ്ട് അതൊരു ഡിപ്ലോമ പ്രോഗ്രാം ആക്കി അത് നടത്തി. അതിനൊരു ഫസ്റ്റ് കോൺവെക്കേഷൻ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാം അതായിരുന്നു. അങ്ങനെ ഒരു കോൺവെക്കേഷൻ വരെ നമ്മൾ നടത്തുകയുണ്ടായി. മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ ലിറ്ററസി എന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ ടെക്നോളജികളെ കുറിച്ച് ഈ സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം, കൃത്യമായ അവബോധം നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റും. ഇനി വിമൺ ആൻഡ് പഞ്ചായത്ത് രാജ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ത്രീകളും ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരുടെ അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ആക്ടാണ് ഇത് പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയുന്നത്. ഈ സത്യത്തില് സ്ത്രീകളുടെ അല്ലെങ്കിൽ വില്ലേജ് തലത്തിലുള്ള സ്ത്രീകളുടെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒക്കെ അതിന്റെ ആ ഒരു മുഖച്ഛായത്തിന്റെ ഡയറക്ഷൻ തന്നെ പൂർണ്ണമായി മാറ്റുകയും ഒരു സോഷ്യൽ ക്ലൈമറ്റിനെ വലിയ രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു റൂളാണ് ഇത് PRA അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയുന്നത്. അത് വില്ലേജുകളിലും അതുപോലെ അർബൻ തലങ്ങളിലും കോർപ്പറേഷനുകളിലും ഒക്കെ വലിയ രീതിയിൽ സ്ത്രീ ശാക്തീകരണത്തിന് കാരണമായിട്ടുണ്ട് എന്നുകൂടെ നമുക്കറിയാൻ പറ്റും. അപ്പോ so the following factors had brought people to this effort on the issue of the women's empowerment through the PRA. അപ്പോ പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ PRAകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ ഫാക്ടേഴ്സിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ടു പ്രൊവൈഡ് എ ഹെൽത്തി എൻവയോൺമെന്റ് ഫോർ വുമൺ ടു എക്സസൈസ് ദെയർ റൈറ്റ് ഇൻ റൂറൽ ഏരിയാസ് ഈക്വൽ വിത്ത് മെൻ. പുരുഷനോടൊപ്പം തന്നെ സ്ത്രീകൾക്കും റൂറൽ തലങ്ങളിലുള്ള സ്ത്രീകൾക്കും ഒക്കെ, അർബൻ തലങ്ങളിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം അർബൻ തലങ്ങളിലെ സ്ത്രീകളൊക്കെ ഏകദേശം അതേക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവർ ബോധവാന്മാരാകും. അപ്പൊ റൂറൽ തലങ്ങളിലുള്ള സ്ത്രീകൾക്കൊക്കെ കൃത്യമായിട്ട് അതേക്കുറിച്ച് എന്ത് ചെയ്യണം, നമ്മളൊരു ഹെൽത്തി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ അവകാശങ്ങൾ ചോദിക്കാനും അത് അനുഭവിക്കാനുമുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. രണ്ട്, ഫോർ ദ അഡ്വാൻസ്മെന്റ് ആൻഡ് ദ വെൽഫെയർ ഓഫ് ദ വുമൺ,
ഇക്വിറ്റബിൾ റെപ്രസെന്റേഷൻ ഓഫ് ദ വുമൺ കൃത്യമായിട്ട് വരണം. അപ്പൊ സ്ത്രീകൾക്കും തുല്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കണം. 10 അംഗ ഒരു സഭയാണെങ്കിൽ അതിൽ 5 പുരുഷന്മാരും 5 സ്ത്രീകളും വരുന്ന രീതിയിലേക്ക് നമ്മൾ ആ പ്രപ്പോർഷനെ നമ്മൾ കൊണ്ടുവരണം. 3, യൂസ് ആൻ എഫക്റ്റീവ് കൺവെർജൻസ് ഓഫ് ദ സർവീസസ്, റിസോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാൻ പവർ ഇൻ ലിങ്ക്ഡ് സെക്ടേഴ്സ്, ഡെവലപ്പ് ആൻ ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജി ഫോർ എംപവറിംഗ് വുമൺ. പലപ്പോഴും നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ സർവീസുകൾ അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു എല്ലാത്തിനെയും ഒരു ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഒന്നിനെയും പിന്നെ സെഗ്രിഗേറ്റ് ചെയ്യാതെ എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിലേക്ക് നമ്മൾ കാര്യങ്ങൾ വരുമ്പോൾ സ്ത്രീകളും സ്വാഭാവികമായിട്ടും അതിന്റെ മുഖ്യധാരത്തിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, ടു യുണൈറ്റ് വുമൺ ടുഗദർ ആസ് സെൽഫ് ഹെൽപ്പ് ഓർഗനൈസേഷൻ ഫോർ റൂറൽ ഏരിയസ് എക്കണോമിക് എമാൻസിപ്പേഷൻ. സാമ്പത്തികപരമായ പുരോഗതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ പഞ്ചായത്തിന്റെ കീഴിലും ഈ സ്ത്രീകളുടെ സ്വയം സംഘങ്ങളെ രൂപീകരിക്കാം. അപ്പൊ നമ്മൾ കുടുംബശ്രീ പറഞ്ഞു അല്ലെ, അതുപോലെ ജനശ്രീ, വേറെ പിന്നെ ഇങ്ങനെയൊക്കെ ധാരാളം ഇതുപോലുള്ള സംഘങ്ങളുണ്ട്. അപ്പോ സ്ത്രീകളുടെ ചിലപ്പോൾ മൈക്രോ ഫിനാൻസ് രംഗത്തായിരിക്കാം, കാർഷിക രംഗത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വിളകളുടെ രംഗത്തായിരിക്കാം, മാനുഫാക്ചറിംഗ് രംഗത്തായിരിക്കാം, പല മേഖലയിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളാക്കി മാറ്റുക. മറ്റു ഇൻക്രീസ് വുമൻസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ റൂറൽ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ അവയർനെസ് ഫോർ PRI. മറ്റൊന്ന്, അവരുടെ രാഷ്ട്രീയപരമായ ബോധ്യങ്ങൾ അല്ലെങ്കിൽ അവയർനെസ് അവർക്ക് കൊടുക്കുക, അതിലൂടെ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ള. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ചില ഫാക്ടേഴ്സ് ആണ്, പ്രത്യേകിച്ച് PRIയിലൂടെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ, വുമൺ എംപവർമെന്റിന് നമുക്ക് സഹായകരമായി ചെയ്യാൻ പറ്റുന്ന. ഇനി ടാക്കിംഗ് ദ ഇനിഷ്യേറ്റീവ് ടു ലീഡ്. അപ്പോ പിന്നെ വുമൺ എൻഗേജ് in women's leadership activities in the first year of the following an election that awaken women to their individuality and human rights. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ രീതിയിലുള്ള പദ്ധതികളാണ് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ള. ഇപ്പോ ഒരു ഇലക്ഷനും അല്ലെങ്കിൽ ഒരു ഇതൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫസ്റ്റ് വർഷത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒന്നെന്താന്ന് വെച്ചാൽ awaken women to their individuality and human right. അപ്പോ മാനുഷികപരമായ അവകാശങ്ങൾ, അവരുടെ സ്വന്തം വ്യക്തിത്വം, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധങ്ങൾ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ലീഡർഷിപ്പിലൂടെ നയിക്കാൻ പറ്റും. ഇൻഫോം ദം ഓഫ് ദെയർ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദ പഞ്ചായത്ത് ലീഡേഴ്സ്. മറ്റൊന്ന്, പഞ്ചായത്ത് നേതാക്കന്മാരാകുമ്പോൾ അവരെന്ത് ചെയ്യണം, അവർക്കുള്ള അധികാരം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നമ്മൾ ബോധ്യപ്പെടുത്തണം. 3, ഡെവലപ്പ് ദെയർ കപ്പാസിറ്റി ടു ക്രിയേറ്റ് എ വിഷൻ ആൻഡ് പ്ലാൻ ആക്ഷൻസ് ടു അച്ചീവ് ഇറ്റ്. അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലാൻ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം. അതാണ് വിഷൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ആദ്യം കാഴ്ചപ്പാട് വരണം. കാഴ്ചപ്പാട് വന്ന് അതിനനുസരിച്ച് ആക്ഷനുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. എന്നിട്ട് വേണം അത് നമ്മൾ നേടിയെടുക്കാൻ. 4-മത്തേത്, ലിങ്ക് ദം വിത്ത് ലോക്കൽ റിസോഴ്സസ് ആൻഡ് ഗവൺമെന്റ്. മാത്രമല്ല അവർക്കുള്ള ഐഡിയകൾ, ആശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഈ പഞ്ചായത്തുകളുമായി മറ്റുള്ള സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കണം. അങ്ങനെ ബന്ധിപ്പിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മറ്റൊന്ന്, ലീഡർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. അപ്പൊ ഇങ്ങനെ 2-മത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകളും അതുപോലെ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളെ മൈക്രോ പ്ലാൻസ്, ചെറിയ ചെറിയ പദ്ധതികൾ, അതുപോലെ ഓർ ബോട്ടം അപ്പ് പ്ലാൻസ് അല്ലെ, ചെറിയ നമ്മൾ പറയുന്ന താഴെ നിന്ന് മുകളിലേക്ക് വളർന്നു വരാവുന്ന രീതിയിലുള്ള പദ്ധതികൾ ഫോർ കമ്മ്യൂണിറ്റീസ് ടു ഫുൾഫിൽ ദ ഫണ്ടമെന്റൽ റിക്വയർമെന്റ്സ്. അപ്പൊ അത്തരത്തിലുള്ള ചെറു പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് ആ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടെ എന്തിനാണ് ഈ ചെറിയ രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ, ദീസ് പ്ലാൻസ് ആർ നോട്ട് വിഷ് ലിസ്റ്റ്. Planning involves developing strong relationship with the local officials when resources from the local government are needed. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതിന്റെ ഒഫീഷ്യൽസ്, അതുപോലെ പഞ്ചായത്ത് ഇങ്ങനെ ലോക്കൽ ഗവൺമെന്റുകൾ, ഇവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വലിയ രീതിയിൽ വരും. അത് പിന്നീട് അവരുടെ ഒരു വളർച്ചയ്ക്ക് സഹായകമാകും എന്നാണ് നമ്മൾ പറയുന്നത്. 3-മത്തേത്, എസ്റ്റാബ്ലിഷിംഗ് എ ഫെഡറേഷൻ ടു ഗിവ് എ സ്ട്രോങ് വോയിസ്. അപ്പോ പിന്നെ എന്താ പറയുക, അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സംഘങ്ങളാകുന്നു, പിന്നെ അതിനെല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഫെഡറേഷൻ പോലെ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സ്റ്റേറ്റ് ഫെഡറേഷൻസ് ആർ ഏബിൾ ടു ആനുവലി മൊബിലൈസ് സൈസബിൾ നമ്പേഴ്സ് ഓഫ് elected women to call for change at the policy level, while block level federations are able to offer regular monthly meetings for mutual support. ഇപ്പോൾ ഒരു പഞ്ചായത്ത് വന്നു, ആ പഞ്ചായത്ത് വരുന്ന സമയത്ത് അതിന്റെ പദ്ധതികളൊക്കെ എന്താ പറയാ അവർ ആവിഷ്കരിക്കുന്നു, അതിനു വേണ്ടി ഒരു മീറ്റിങ്ങുകൾ കൂടുന്നു. ഇവിടെയൊക്കെ ഇലക്ടഡ് പിന്നെ ആയിട്ട് വരുന്ന സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു, വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് അത് നയിക്കുന്നു. ചിലപ്പോൾ ബ്ലോക്ക് ലെവൽ ഫെഡറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലമാണെങ്കിൽ ആ മണ്ഡലത്തിലുള്ള എല്ലാ ബ്ലോക്കുകളും കൂടി ചേർന്നായിരിക്കും മീറ്റിംഗ് വരിക. പഞ്ചായത്താണെങ്കിൽ
മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളും കൂടി, ഇതിനെയാണ് നമ്മൾ ഇവിടെ എന്ത് വിളിക്കുന്നത്, ഒരു ഫെഡറേഷൻ എന്ന് വിളിക്കുന്നത്. പഞ്ചായത്ത് ലെവൽ ഫെഡറേഷൻ, ബ്ലോക്ക് ലെവൽ ഫെഡറേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിളിക്കുന്നത് അങ്ങനെയാണ്. മറ്റൊന്ന് ഇൻക്രീസിംഗ് വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇലക്ഷൻ, അല്ലെ? നമുക്കറിയുന്നത് പോലെ തന്നെ വ്യത്യസ്ത ഏരിയകളിലുള്ള സ്ത്രീകളൊക്കെ ഇലക്ഷനിലേക്ക് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇത്തരത്തിൽ മത്സരിക്കാനും അതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപഴകാനും അവർ മുന്നോട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ചാലഞ്ചസ് ഇൻ വുമൻസ് പാർട്ടിസിപ്പേഷൻ, ഇനി ഈ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലുള്ള പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആക്റ്റീവ് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ഒരു എംപവർമെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും പലപ്പോഴും നമുക്ക് ഇലക്ഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രംഗത്തേക്ക് നമുക്ക് വരുന്ന സമയത്ത് പല ചാലഞ്ചുകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്യൂസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന്, അവര് പലപ്പോഴും റിസർവേഷനിലാണ് അല്ലെങ്കിൽ അവർ മത്സരിച്ചു എലക്റ്റഡ് ആയി കഴിഞ്ഞാലും പലപ്പോഴും ഈ സ്ത്രീകൾ റബ്ബർ സ്റ്റാമ്പുകളാക്കി മാറ്റപ്പെടുന്നത് കാണാൻ പറ്റുന്നു. എന്ന് പറഞ്ഞാലും ഒന്നുകിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ആളുകൾ ഇവരെന്ത് ചെയ്യുന്നു, പ്രധാനമായിട്ടും ഈ ഇലക്ഷൻ പ്രോസസ്സുകളിലും അതുപോലെ പിന്നീടുള്ള എല്ലാ വെൽഫെയർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ റൂളിംഗ് അല്ലെങ്കിൽ ഗവേണൻസിലൊക്കെ അവർ പൂർണ്ണമായിട്ട് പങ്കെടുക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഫാമിലി മെമ്പേഴ്സ്, മെയിൽ പാർട്ട്നേഴ്സ്, അതുപോലെ ഹസ്ബൻഡ്സ് ഇവരൊക്കെ ആക്റ്റീവ് ഡെസിഷൻ മേക്കിംഗ് മെക്കാനിസത്തിന്റെ ആളുകളായി മാറും. അങ്ങനെ സ്ത്രീകൾ മാർജിനലൈസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പുകളായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അപ്പോ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ ഒരു റൂളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വേണമെങ്കിൽ പുരുഷന്മാരെ അകറ്റി നിർത്താനും അല്ലെങ്കിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ ഇടപെടാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അത് പലപ്പോഴും അത് എന്താ പറയാ, സ്ത്രീ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടലില്ല എന്നുള്ളതാണ്. മാത്രമല്ല പലപ്പോഴും മെയിൽ ഡോമിനേഷനെ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ സബ്ജുഗേറ്റ് ആയിട്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ മറ്റൊന്ന്, നിയമസഭകളിലാവട്ടെ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലാവട്ടെ പാർലമെന്റിലാവട്ടെ പ്രത്യേകിച്ച് മെയിൽ ഡോമിനേറ്റഡ് ആയ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷന്മാരെന്ന് വലിയ രീതിയിൽ അട്രോസിറ്റീസ്, ഒരു സമരം നടക്കുകയാണ്. അപ്പൊ സമരം നടക്കുന്ന സമയത്ത് ഇപ്പൊ സ്ത്രീകളൊക്കെ പിടിച്ച് തള്ളുക, അല്ലെ? ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റിയോ ഒന്നും പാലിക്കപ്പെടാത്ത രീതിയിൽ എന്താ പറയാ സ്ത്രീകള് അവിടെ പിന്നെ എന്താ പറയാ ഒരു വയലൻസിനൊക്കെ വിധേയമാക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മെയിൽ ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രത്യേകിച്ച് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇത്തരം രാഷ്ട്രീയ പാർട്ടികളിലാണ് പ്രധാനമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഈ കുറ്റവാസനകൾ അല്ലെങ്കിൽ അക്രമവാസനകൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഒരു സംവിധാനത്തിന് നമ്മൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ പൂർണ്ണമായിട്ടും എന്താ പറയാ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കൂടുതൽ എന്താ പറയാ ഒരു വുമൺ എംപവർമെന്റിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പഞ്ചായത്ത് തലത്തിൽ തന്നെ ഈ PRI റൂളിനെ നമ്മൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വുമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ളത് കൃത്യമായ ട്രെയിനിങ് സെഷനുകളാണ്. അതുപോലെ അവയർനെസ് ക്യാമ്പയിനുകൾ കൊടുക്കാന്നുള്ള, പ്രത്യേകിച്ചും ഫീമെയിൽ പഞ്ചായത്ത് റെപ്രസെന്റേറ്റീവ്സിന് അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ അവർ മറ്റുള്ള ആളുകളെ എൻകറേജ് ചെയ്യിക്കണം, അവർ കൂടെ രംഗത്തേക്ക് വരികയും ചെയ്യുള്ളൂ. അതേപോലെ തന്നെ പബ്ലിക്കിന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു അവയർനെസ് ക്യാമ്പുകൾ അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ നമ്മൾ നൽകിയേ പറ്റൂ. ഇപ്പോഴാണ് പൊതുജനം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയുള്ളൂ. വുമൻസ് ഇല്ലിറ്ററസി ആൻഡ് ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ പർട്ടിക്കുലർലി ഇൻ ദ റൂറൽ ഏരിയാസ്, പ്രത്യേകിച്ച് ഗ്രാമീണ തലങ്ങളിലുള്ള സ്ത്രീകളുടെ സാക്ഷരത ഇല്ലായ്മ, അല്ലെ? അതേപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം ഇല്ലായ്മ അല്ലെങ്കിൽ ലോ ലെവൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, വലിയ ചാലഞ്ചുകളായിട്ട് അല്ലെങ്കിൽ ഇഷ്യൂസ് ആയിട്ട് സ്ത്രീകളുടെ ശാക്തീകരണ രാഷ്ട്രീയ ശാക്തീകരണത്തിന് വലിയ തടസ്സങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെയിൽ ഡോമിനേഷനെ കൺട്രോൾ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും അതിനപ്പുറം ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ PRI സിസ്റ്റം കൊണ്ടുവന്നത്, അല്ലെ? അപ്പൊ ആ PRI സിസ്റ്റം അതിന്റെ കൃത്യമായ ഗോള്, അതിന്റെ ലക്ഷ്യത്തിലേക്ക് അത് എത്തിയോ എന്നുള്ള കാര്യം വീണ്ടും നമ്മളൊന്ന് റിവ്യൂ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. ദിസ് ഗോൾ ഷുഡ് ബി അച്ചീവ്ഡ് അറ്റ് ദ ഡിസൈർഡ് ലെവൽ by establishing a provision for the maximum number of the women to link and associate with the political activities, even at the most basic level of the political action. അപ്പോ നമ്മൾ PRIയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോള് അതിന്റെ ഒരു ഡിസൈറബിൾ ആയ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന താല്പര്യപ്പെടുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ എൻകറേജ് ചെയ്യുകയും അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ എൻകറേജിനെ നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ലക്ഷ്യം പൂർണ്ണമായിട്ട് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ യൂണിറ്റിൽ നമ്മൾ കാര്യമായി ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അല്ലെ, ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ളതാണ്. സ്ത്രീകളും അപ്പോ പൊളിറ്റിക്കൽ എംപവർമെന്റ് അതിന് സഹായകമാകുന്ന രീതിയിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ
രാജ്യത്ത് കൊണ്ടുവന്ന അഫർമേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ്, പ്രധാനമായിട്ടും 73rd and 74th പിന്നെ നമ്മൾ പറയുന്ന അമെന്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ, അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തായിരുന്നു, അതിന്റെ ഇമ്പാക്ട് എത്രമാത്രമായിരുന്നു. അതേപോലെ തന്നെ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, അത് പിന്നെ അതിന്റെ ഒരു പ്രസന്റ് സിനാരിയോ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ടും അതിന് വരുന്ന ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചാലഞ്ചസ് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്റെ വോയിസ് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ യൂണിറ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ നമ്മൾ നോർമൽ പറയുന്ന പോലെ റീക്യാപ്പും അതുപോലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിന്റെ ക്ലാസ് കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയില്ല സാറ്. കഴിഞ്ഞു എന്ന് പറയുന്നു. ഞങ്ങളുടെ ശനിയാഴ്ചയായിരുന്നു അതിന്റെ ക്ലാസ്. ഓക്കെ. അല്ല, മൂന്നാമത്തെ ബ്ലോക്ക് എടുത്തിട്ടില്ലല്ലോ, അതിനെ കുറിച്ച് സാർ ചോദിച്ചോ? ഇന്ന് ടീച്ചർ ലീവ് ആയിരുന്നു, ഇന്ന് വന്നിട്ടില്ല. അപ്പൊ അല്ല, അന്ന് വന്നിട്ടില്ല. അപ്പൊ ആ ടീച്ചർ പറയണ്ടേ ലീവ് ആയിരുന്നു, ലീവാണ്, എന്നാരും കാത്തിരിക്കണ്ടെന്ന് പറയണ്ട. അങ്ങനെ പോലും പറഞ്ഞില്ലല്ലോ. എന്ന് മൂന്നാമത്തെ ബ്ലോക്കിന്റെ അന്നോ? അതെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. മൂന്നാമത്തെ ബ്ലോക്ക് ഇന്നലെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് മൂന്നാമത്തെ ബ്ലോക്ക് എടുക്കുന്ന അന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ല, വന്നുമില്ല, ഒന്നും പറഞ്ഞുമില്ല. അതിന് ഷെഡ്യൂൾ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. ഈ ആറാമത്തെ എടുക്കുമ്പോഴാണ് ശനിയാഴ്ച എനിക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ടീച്ചറോട് നേരിട്ട് ചോദിക്കണം. ഈ അത് ഒരു ഫസ്റ്റ് ദിവസം ഒരു ക്ലാസ് എന്തോ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ക്ലാസ് എടുത്തു എന്ന് അറിഞ്ഞൂടാ. ആരെങ്കിലും മൂന്നാമത്തെ ബ്ലോക്ക് എടുത്ത ക്ലാസ്സിന് കയറിയിരുന്നോ നമ്മുടെ ഈ കൂട്ടത്തില്? ഇല്ല, എടുത്തിട്ടില്ല. മൂന്നാമത്തെ, ആറാമത്തെ ആണ് എടുത്തത്. ഇന്നലെ വേറൊരു കുട്ടി പറഞ്ഞില്ലേ, മറ്റേ ഇവിടെയുള്ളത്, പാലക്കാടോ എവിടെയുള്ളത്. ഓക്കെ. ഞാനൊന്ന് ചോദിക്കാം. ഇന്ന് ചോദിക്കാൻ പറ്റില്ല, അന്ന് ഡിപ്പാർട്ട്മെന്റ് ടീച്ചർ ലീവ് ആയിരുന്നു. ഒരു ടീച്ചർ ഒരു യാത്രയിലാണ്. അപ്പൊ ഇനി കുറച്ച് ദിവസം ഒരു 1 വീക്കോളം ലീവാണ്. നിങ്ങൾ ഞാൻ ചോദിച്ചിട്ട് ഞാനതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സാർ, ഈ PRI എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിന്റെ മീനിങ്? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ. ഇനിയിപ്പോ സാറിന്റെ ഇത് തീർന്നോ? സാറിന് പഠിപ്പിക്കാനുള്ളത് കഴിഞ്ഞോ? ഈ നമ്മളെ ഈ ഒരു പുസ്തകം തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആറാമത്തെ ബ്ലോക്ക് കൂടെ എടുത്തോട് കൂടെ പിന്നെ ഇത് കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു പേപ്പർ കൂടെ ആറാമത്തെ ബ്ലോക്ക് എടുത്തോടെ കഴിഞ്ഞു. പക്ഷെ മൂന്നാമത്തെ ഇതിന് ലീവ് ആണെങ്കിൽ ക്ലാസ് നടന്നിട്ടില്ലെങ്കിൽ അതിന്റെ ക്ലാസ് എടുക്കും കേട്ടോ. ഇനി അത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ റെക്കോർഡിംഗ് അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ റെക്കോർഡിംഗ് നമ്മൾ ഷെയർ ചെയ്ത് തരണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. നമുക്ക് ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പറയാം. ഓക്കെ സാർ.